യേശുവിൽ നിന്ന് ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. സ്തേഫമേൽ വീണ കല്ലുകളോർത്തും ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും നാശങ്ങൾ വന്നാലും പാശമയെല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൽ നിന്ന് ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. അഗ്നിക്ക് നമ്മെ ഇരയാക്കിയാലും, അഗ്നിക്ക് നമ്മെ ഇരയാക്കിയാലും, നഗ്നരായി നാം നടക്കേണ്ടി വന്നാലും, അറുക്കപ്പെട്ട ആട്ടിൻ കുട്ടിയെ നിനച്ച്, അറുക്കപ്പെട്ട ആട്ടിൻ കുട്ടിയെ നിനച്ച് സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൽ നിന്ന് ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. കർത്താവിന്റെ നാമത്തിനായി ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം വിശുദ്ധ സാക്ഷ്യമായി നിൽപ്പാൻ, തിരുവെഴുത്തോടെ നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവം ഇടയാക്കിയ വലിയൊരു അവസരത്തെ ഒന്നുകൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിലെ 35-ാമത്തെ വാക്യം ഇങ്ങനെ തിരുവെഴുത്തിൽ വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അതിന്റെ അർത്ഥം വാളിനേക്കാൾ വലുത് ഏതോ ഒന്ന് പ്രാപിച്ചതുകൊണ്ടാ വാളിനെ വാളായി കണക്കാക്കാത്തത്. കഷ്ടതയേക്കാൾ വലുതെന്തോ പ്രാപിച്ചു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ അങ്ങനെ എഴുതിയത്. കഷ്ടതയേക്കാൾ ഏതോ വലുതൊന്നു പ്രാപിച്ചു. സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, അതിനൊക്കെ ഏതോ വലുതൊന്നു പ്രാപിച്ചു. വാളിനേക്കാൾ വലുതൊന്നു പ്രാപിച്ചു. നഗ്നതയേക്കാൾ വലുതൊന്നു പ്രാപിച്ചത് കൊണ്ടാണ് അങ്ങനെ അവിടെ എഴുതി വെച്ചത്. നാം എല്ലാം അത് പ്രാപിച്ചവരാണ്. അതിനേക്കാൾ വലുത് പ്രാപിച്ചവരാണ്. ആപത്തിനേക്കാൾ, നഗ്നതയേക്കാൾ, വാളിനേക്കാൾ, മരണത്തെക്കാൾ എന്തോ നാം ഒന്ന് പ്രാപിച്ചവരാണ്. ഇന്ന് രാത്രി സൂമിലൂടെ കേൾക്കുന്ന നമ്മെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പ്രാപിച്ചത് യൂദായുടെ ലേഖനം അതിന്റെ 25-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചു രക്ഷിപ്പാൻ നാം പ്രാപിച്ചത് ഉപയോഗിപ്പാനിടയാകട്ടെ. നാം തീയിൽ നിന്ന് വലിച്ചെടുക്കണമെങ്കിൽ തീയെ വെല്ലുന്ന എന്തോ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ തീയെ ഭയപ്പെടാത്തത്. അതിനേക്കാൾ വലുതാ നാം പ്രാപിച്ചിരിക്കുന്നത്. തീയേക്കാൾ വലുത്, വാളിനേക്കാൾ വലുത്, പട്ടിണിയേക്കാൾ വലുത്, ആപത്തിനേക്കാൾ വലുത്, നഗ്നതയേക്കാൾ വലുത് നാം എല്ലാം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ തീയെ ഭയപ്പെടാത്തത്. ഇന്ന് രാത്രിയിൽ അനേകരെ വലിച്ചെടുപ്പാൻ നാം ആയിരിക്കുന്ന പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ അനേകർ തീ കൊണ്ട് വേകുന്ന സമയം
നീറുന്ന സമയം ദൈവം നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ. 1992 ഉത്തർപ്രദേശ് വരുവാൻ ദൈവം ഇടയാക്കി. എന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കടയാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു പാപ്പനം എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ്. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടാണ്, എന്റെ വലിയമ്മച്ചിയാണ് യേശുവിനെ ആദ്യമായ ദേശം പെന്തക്കോസ്തുകാരിയായിട്ട് അറിയുന്നത്. വലിയമ്മച്ചി യേശുവിൽ കടന്നു വരുവാൻ ദൈവമിടയാക്കി. അവർ മുഖാന്തരം അനേക ദൈവാസന്മാർ വീട്ടിൽ വരുവാനിടയായി. അങ്ങനെ അനേക കർത്താവദാസന്മാരോടൊപ്പം ചെറുപ്പത്തിലെ സഞ്ചരിപ്പാൻ ദൈവം കൃപ നൽകി. അവിടെ സഞ്ചിയും പിടിച്ചുകൊണ്ട് കളർഫുൾ ആയിട്ടുള്ള ട്രാക്റ്റുകൾ അന്ന് വിതരണം ചെയ്യുമായിരുന്നു. ആ കളർഫുൾ ആയിട്ടുള്ള ട്രാക്റ്റുകൾ വിതരണം ചെയ്ത് അവിടെ പിറകെ നടപ്പാൻ ദൈവം ഇടയാക്കി. അന്ന് അവർ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കന്ന് മനസ്സിലായില്ല. അങ്ങനെ പഠനം മുൻപോട്ട് പോയി. വളരെ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും നടുവിലൂടെ ജീവിതം മുൻപോട്ട് തള്ളി നീക്കി. 10 തോറ്റപ്പോൾ മുൻപോട്ട് പഠിപ്പിക്കുമെന്ന വൃത്തിയില്ലാതെ മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ എൻ്റെ ഒരു അങ്കിളിനെ പിടിച്ചേൽപ്പിച്ചു. അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയി. 6 മാസം കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്ന ജോലി രാജിവെച്ച് താൻ നാട് പിടിച്ചു. എന്നെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരുവാൻ നിവൃത്തിയില്ലാതെ താൻ മറ്റൊരു വ്യക്തി ഏൽപ്പിച്ചു. ഏൽപ്പിച്ച മറ്റൊരു വ്യക്തി എന്നെ മറ്റൊരാൾക്ക് കൈമാറി. അങ്ങനെ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് എന്നെ കൈമാറി. അദ്ദേഹം എന്നെ ഒരു വലിയൊരു ഹോട്ടലിന്റെ ഹാളിലേക്ക് കൊണ്ടുപോയി ഒരു മൂല കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ഓഫീസെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റൂള്, ചുറ്റും 100 കണക്കിന് പാത്രങ്ങൾ, നടുക്കൊരു സ്റ്റൂള്, വെള്ളം കെട്ടി നിൽക്കുന്നു. ആയിരക്കണക്കിന് പാത്രങ്ങൾ അടുക്കി വെച്ച ആ പാത്രം ആയിരുന്നു എൻ്റെ ജോലി. നീണ്ട 2 വർഷം ഡൽഹിയിൽ കുത്തബ് മീനാറിനടുത്ത് പാത്രം കഴുകാൻ എനിക്ക് അവസരം ലഭിച്ചു. അതെന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ആദ്യമായി എച്ചിൽ പാത്രം കയ്യിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പാത്രം കയ്യിലേന്തിയ എനിക്ക് ഈ സുവിശേഷം ഇവിടെ കയ്യിലേന്തി പ്രസംഗിപ്പാൻ അങ്ങനെ സഹായിക്കണം. സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നു. അന്ന് എൻ്റെ അവിടുത്തെ ശമ്പളം 100 രൂപയായിരുന്നു ആ ഹോട്ടൽ മാനേജർ എനിക്ക് തന്നത്. തിരിച്ചു വരാൻ സമയത്ത് കയ്യിലഞ്ച് പൈസയില്ല. എങ്ങനെയോ നാട്ടിലെത്തി. പഠിപ്പാൻ ദൈവകൃപ നൽകി. പഠനത്തിന് ശേഷം ബൈബിൾ കോളേജിൽ, എൻ്റെ ഏക ആഗ്രഹം ബൈബിൾ കോളേജിൽ പോകണം. ഡിഗ്രി കഴിഞ്ഞു. അന്ന് ബൈബിൾ കോളേജിൽ ഇടുവാൻ അന്നത്തെ സാഹചര്യത്തിൽ രണ്ട് കാര്യം. ഒന്ന്, ഞാൻ ഉൾപ്പെട്ടു നിന്ന സമൂഹം, ചർച്ച് ബൈബിൾ കോളേജിൽ വിടുന്നവരല്ല. അന്നത്തെ ഉപദേശം ബൈബിൾ കോളേജിൽ പോകുന്നത് പാവമാണെന്നാണ്. അല്പം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ടായി. അങ്ങനെ ദൈവം ഒരു താല്പര്യം തന്നു. എന്നെ ആ ഗ്രാമത്തിൽ ഒരു ദൈവാസൻ കടന്നു വന്നു. കൊല്ലംകാരനായ കർത്താവദാസൻ പാസ്റ്റർ സോളമൻ ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു. പ്രാപച്ചമരമാണ് അദ്ദേഹത്തിന്റെ സഭ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് ബൈബിൾ കോളേജ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു. ബൈബിൾ കോളേജ് പോകേണ്ട എല്ലാ ഒത്താശകളും താൻ എനിക്ക് ചെയ്തു തന്നു. ബൈബിൾ കോളേജിന്റെ 1 മാസത്തെ ഫീസും അങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും താൻ എനിക്ക് തന്നു. 2 പാന്റും 2 ഷർട്ടും ഒരു ചപ്പൽ വിട്ടുകൊണ്ട് ബൈബിൾ കോളേജിലെത്തി. ബൈബിൾ കോളേജിന്റെ പഠനം അതെന്നെ വളരെ അനുഗ്രഹമായി തീർത്തു. 3 വർഷത്തെ പഠനം അതെന്നെ വളരെ അനുഗ്രഹമാക്കി തീർത്തു. 1-2 കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം ചില വഴിയിലൂടെ കടത്തിവിടുന്നത് ദൈവം പരിശീലിപ്പിക്കുകയാണ് എന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് മനസ്സിലായി, ദൈവം ഓരോ ഘട്ടത്തിലൂടെ കടത്തിവിട്ടത് ദൈവത്തിന്റെ ചില പദ്ധതി എന്നിലൂടെ നിറവേറുവാനാണ്. ബൈബിൾ കോളേജിലെ പഠനം ഞാൻ ദൈവത്തിൽ തീരുമാനിച്ച, ദൈവമേ ഞാൻ കോപ്പി അടിക്കത്തില്ല. 2, 10 മണിക്ക് ശേഷം ഞാൻ പഠിക്കത്തില്ല. 3, ഞാൻ ആരോട് എന്റെ ആവശ്യം പറയില്ല. 10 മണിക്ക് ശേഷം പഠിക്കില്ല എന്ന് പറഞ്ഞത് 10 മണിക്ക് ശേഷം ബൈബിൾ കോളേജിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. ഞാൻ 10 മുതൽ 11 വരെ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുമായിരുന്നു. പ്രേ ടവറിൽ പോയി മുട്ടിമേൽന്നത് പ്രാർത്ഥിക്കും. അവരോട് പറയത്തില്ലെന്ന് പറഞ്ഞത് എന്റെ വീടിനെ സഹായിപ്പാൻ ആരുമില്ല. സോപ്പ് പോലും മേടിച്ചു തരുവാൻ സാറിനോട് പറഞ്ഞാൽ, അദ്ദേഹം എന്നെ ബൈബിൾ കോളേജ് വിട്ട സാറിനോട് പറഞ്ഞാൽ അദ്ദേഹം എല്ലാം ചെയ്യും. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു, ഒരു ISR ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. താൻ എല്ലാം ചെയ്യും. പക്ഷേ എഴുത്തിട്ട് പോലും തന്നോടത് പറയില്ല. എത്രയോ പ്രാവശ്യം എന്റെ ഷർട്ടും പാൻറ്റും അലക്കിയത് ഉച്ചവരെ കാത്തിരിക്കും. ശനിയാഴ്ച സഹോദരന്മാർ അലക്കിയിട്ട് അവർ എറിഞ്ഞു കളയുന്ന സോപ്പ് ഇറക്കിയെടുത്ത് കല്ലിൽ വെച്ച് രണ്ടാമത് ആ സോപ്പിൽ എന്റെ തുണികളെല്ലാം അലക്കിയെടുത്ത എത്രയോ ദിവസങ്ങൾ. പേസ്റ്റ് ചോദിച്ചാൽ ആരായാലും തരും. തീരുമാനിച്ചു ഞാൻ പേസ്റ്റ് ചോദിക്കത്തില്ല. കരിക്കട്ട കൊണ്ട് പല്ല് തേച്ച ഈ ദിവസങ്ങൾ എത്രയോ. 3-ാമത്തെ വർഷം ഗ്രാജുവേഷനായി. ആ ഗ്രാജുവേഷന്റെ സമയം 3-ാമത്തെ വർഷം സഹോദരന്മാരോട് ഗ്രാജുവേഷൻ സമയത്ത് പ്രിയ സഹോദരന്മാരോട് വന്ന് ചോദിച്ചു, ബ്രദറെ ഷർട്ട് എടുത്തോ, പാൻ്റ് എടുത്തോ, ഷൂ എടുത്തോ? ഞാൻ പറഞ്ഞു, പുനരൊരു ടൗണിൽ ത്രിവേണിയിൽ പോയി ഞാൻ എടുക്കും, അവിടെ പോയി എടുക്കും, റെഡിമെയ്ഡ് ഞാൻ എടുക്കും. ഉച്ചവരെ ആയിട്ടും എനിക്കൊന്നും ലഭിച്ചില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഗ്രാജുവേഷൻ സമയത്ത് തന്നെ നിർത്തണം, അങ്ങ് എനിക്ക് ബലം നൽകണം. 36 പേര് ഗ്രാജുവേഷൻ ചെയ്യുന്ന പുനരൂർ ബഥേൽ ബൈബിൾ കോളേജിൽ 36-ാമനായി, ഒരു പുതിയ ഷർട്ടില്ലാത്തവരായി, ഒരു പുതിയ പാൻ്റ് ഇല്ലാത്തവരായി, എല്ലാവരും ടൈയും ഷൂവും ഇട്ട് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഒരു ടൈ ഇല്ലാത്തവനായി, ഒരു ഷൂ ഇല്ലാത്തവനായി, ചെരുപ്പ് കെട്ടുകൊണ്ട് ഗ്രാജുവേഷൻ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അടുത്ത് ഞാൻ തീരുമാനിച്ചു, കേരളം എൻ്റെ നാടല്ല എന്ന്. അതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. കേരളം എൻ്റെ നാടല്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ചെറിയ കോൺഫറൻസിൽ നോർത്ത് ഇന്ത്യയിൽ മിഷനുമാരെ വിടാനായിട്ട് തീരുമാനിച്ചു അസംബ്ലീസ് ഓഫ് ഗോഡ്. അന്നത്തെ സൂപ്രണ്ടായിരുന്നു, അന്നും ഇന്നും അദ്ദേഹം സൂപ്രണ്ടാണ്, കർത്താവദാസൻ റവറൻ TJ ശാമുൽ സാറ്. 11 മിഷനുമാരെ നോർത്ത് ഇന്ത്യയിൽ വിട്ട കൂട്ടത്തിൽ ഗ്രാജുവേഷൻ ചെയ്ത് പൂർത്തിയായി എന്നെയും അവിടെ കൂട്ടത്തിൽ വിട്ടു. ഒരു മാസം കഴിഞ്ഞ് 11 പേരും 10 പേരും തിരിച്ചു വന്നു. 11-ാമായ എനിക്ക് ഞാൻ അവിടെ നിന്നു. ലക്നൌവിൽ റവറൻ പാപ്പി മത്തായിയുടെ കീഴിൽ അവിടെ എത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ല ഞാൻ എവിടെ പോകുന്നുവെന്ന്. എനിക്കൊരു പാൻറ്റോ ഷർട്ടോ പെട്ടിയോ ഇല്ല, പൈസയില്ല. അതൊക്കെ വണ്ടിക്കൂലിക്കും ആഹാരത്തിനും അന്ന് മിഷണറിമാർക്കുള്ളതിൽ എനിക്കൊരു പങ്കുണ്ടായിരുന്നു. എന്നാൽ മറ്റതൊക്കെ സ്വന്തമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യക്ക് വരാൻ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചില്ല. ഞാൻ മുറ്റത്തിറങ്ങിയിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഞാൻ യാത്ര തിരിക്കുകയാണ്. അവരെൻ്റെ മുന്നിൽ വന്നു. ഞാനൊരു പാട്ടുപാടി യാത്ര ചെയ്യും, ഞാൻ ക്രൂശെ നോക്കി എന്ന് പാട്ടുപാടി എൻ്റെ മാതാവിനെയും പിതാവിനെയും അടുത്ത് വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇതെന്റെ ആദ്യത്തെയും അവസാനത്തെ ചുംബനമാണ്.
വന്നാൽ തിരിച്ചു കാണാമില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ലക്നൌവിലെത്തി. 3 മാസം ബൈബിൾ കോളേജിൽ ഭാഷ പഠിച്ചു. അവിടെ നിന്ന് ഗോഖർദ് എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് യാത്ര തിരിച്ച് അവിടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേപ്പാളിന്റെ ബോർഡറിന് അടുത്തുള്ള ഒരു വീര ഖീരി എന്ന് പറയുന്ന ലഖിംപൂർ ഖീരി, ഉത്തർപ്രദേശിൽ ലഖിംപൂർ ഖീരിയിൽ വീര ഖീരി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. വനത്തിനടുത്താണ്, ചുറ്റും വനമാണ്. ആ വനത്തിനടുത്തൊരു ഗ്രാമമുണ്ട്. അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചു. രാവിലെ 8 മണിക്ക് തിരിച്ച് ഞങ്ങൾ വൈകുന്നേരം 3 മണിയായപ്പോൾ ഇവിടെ എത്തി. ഒരു വീട്ടുകാർ തനിക്ക് പരിചയമുണ്ടായിരുന്നു. ആ വീട്ടിലെത്തി. അന്ന് രാത്രി കിടക്കുവാൻ നിവൃത്തിയില്ല. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ദൈവം എനിക്ക് മുമ്പായി ഒരു കുടുംബത്തെ ഇവിടെ കരുതി. ഒരു മലയാളി സഹോദരിയായിരുന്നു. ആ സഹോദരി ഹിന്ദു ആയിരുന്നു. താൻ ഭയങ്കര പൂജാരിയാണ്. ഇന്ദിരാ ഗോപാലകൃഷ്ണപിള്ള എന്നാണ് തന്റെ പേര്. ഇന്ദിരാ ഗോപാലകൃഷ്ണപിള്ള. ആ പ്രിയ സഹോദരി അന്ന് രാത്രി താൻ ഒറ്റയ്ക്കാണ്. തന്റെ ഭർത്താവ് ബോംബെയിലാണ്. അന്ന് രാത്രി എന്നെയും ആ പാസ്റ്ററെയും കൂടെ വന്ന ദൈവാസിനെയും തന്റെ വീട്ടിൽ ഉറക്കി പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ഗ്രാമത്തിൽ വീട് നൽകണം. അങ്ങനെ തിരിച്ചു വന്നു. പിറ്റേന്ന് തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഗ്രാമത്തിലെത്തി. വീട് ലഭിച്ചു. പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ ഈ ഗ്രാമത്തിൽ വരുമ്പോൾ ഒരു ചെറിയ പെട്രോൾ പമ്പ്, അവിടങ്ങളിലായി ചെറിയ ചെറിയ കടകൾ മാത്രം. ഞാനിവിടെ വരുമ്പോൾ ഈ ഗ്രാമം കറണ്ടില്ല, ഒരു സ്കൂളില്ല, ആശുപത്രിയില്ല, വാഹന സൗകര്യങ്ങളില്ല, കറണ്ടില്ല. കൊടും ചൂടിൽ എത്രയോ പ്രാവശ്യം 10ഉം 15ഉം വാഴ്ത്തി വെള്ളം റൂമിൽ നിറച്ച് ബെഡ്ഷീറ്റ് അതിന് പുറത്ത് നനച്ച് നാളുകൾ നിൽക്കിയ ദിവസങ്ങൾ എത്രയോ. പക്ഷെ അതൊന്നും പിന്മാറുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നെ ചിന്തിപ്പിച്ചത്, ഏത് ഗ്രാമത്തിൽ പോയാലും യേശു ആരാണെന്ന് അറിയില്ല. യേശു എന്ന ശബ്ദം കേട്ടിട്ടില്ല, യേശു എന്ന വാക്ക് കേട്ടിട്ടില്ല, യേശു എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രതി അവർ കണ്ടിട്ടില്ല. ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസമില്ല, ഇവിടെ സ്കൂളില്ല, ഡോക്ടറില്ല. ഇവിടത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആരാധന തുടങ്ങി. എൻ്റെ ചർച്ചിൽ ഏകദേശം 5 ഡോക്ടർമാർ വന്നു. നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കത്തില്ലായിരിക്കാം. ദൈവം അനുവദിച്ചാൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ കണ്ടു വിശ്വസിക്കും. ഒരു ഡോക്ടർ 5ാം ക്ലാസ്, ഒരു ഡോക്ടർ 6ാം ക്ലാസ്, ഒരു ഡോക്ടർ 3ാം ക്ലാസ്. എന്തിനേറെ പറയുന്നു, ആ സമയം ഐസ്ക്രീം വിൽക്കുന്ന വ്യക്തി ഐസ്ക്രീമും വെക്കും, ഒരു സഞ്ചിയിൽ ആളുകൾക്ക് കുത്തിവെക്കാൻ വേണ്ടി ചില മരുന്നുകളും സൂചിയും ഇട്ട് ഐസ്ക്രീമും വെക്കും, രോഗികളെ ചികിത്സിക്കുകയും ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരിയുടെ 10x10 ചെറിയ റൂമാണ് മെഡിക്കൽ കോളേജ്. ഇന്ദിരാ ഗോപാൽ എന്നാണ് പേര്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹൈന്ദവ മാർഗത്തിൽ രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ ക്രൈസ്തവ കൂട്ടായ്മയിൽ വരികയും ആദ്യത്തെ ഇവിടെ വിശ്വാസിയായി മാറി. തന്റെ ഭർത്താവ് ഒരു വലിയൊരു മദ്യപാനിയായിരുന്നു. ദൈവം തന്നെ മദ്യപാനത്തെ വിടുവിച്ച് മക്കളില്ലാതിരുന്നു. പ്രാർത്ഥിച്ചു ദൈവം 7 വർഷം കഴിഞ്ഞ് തരും മക്കളെ ദൈവം നൽകി. ബൈബിൾ കോളേജ് വിട്ട് പഠിപ്പിച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം 16 വർഷം സുവിശേഷ വേലയിലായിരുന്നു. ഇന്ന് അദ്ദേഹം കുടുംബവും ആ പ്രിയ സഹോദരിയും കുടുംബവും ഗാസിയാബാദിൽ, ഡൽഹിക്കടുത്ത് ഗാസിയാബാദിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ ആ സഹോദരിയുടെ റൂമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ
അന്നിവിടെ റോഡില്ല, ഒരു മെയിൻ റോഡ് മാത്രം. ബ്രാഞ്ച് റോഡ് എന്ന് പറയുന്നത് ഇഷ്ടിക കൊണ്ടുള്ള റോഡുകളാണ്. ഇഷ്ടിക പാകിയ റോഡുകളാണ് ഇവിടുത്തെ അന്നത്തെ 100% റോഡുകളും ഇഷ്ടിക പാകിയ റോഡുകളാണ്. അത് മെയിൻ റോഡുകളാണ്, നല്ല റോഡുകളാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ്. ഈ റോഡിലൂടെ അന്നത്തെ ഇവിടുത്തെ വാഹനം പോത്തുവണ്ടിയാണ്. ഈ പോത്തുവണ്ടിയിൽ ഗർഭിണിയായ സഹോദരിയെ വക്യോലിൽ കടത്തി അതിന് പുറത്തെടുത്ത് ഒടിയിട്ട് ഈ ഇഷ്ടികയിലൂടെ പോത്ത് വലിച്ചുകൊണ്ട് വരുമ്പോൾ പകുതി ജീവനും പോകും. എന്റെ കണ്ണുകൊണ്ട് കണ്ട എത്രയോ കാര്യങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു വീണ്, വഴിയിൽ വെച്ച് മരിച്ച സഹോദരിമാർ എത്രയോ കുഞ്ഞുങ്ങളെ വഴിയിൽ വലിച്ചെറിഞ്ഞത് കണ്ടു. സ്ഥലവും പേരും ഞാൻ പറയില്ല. ചില കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം കൃപ നൽകി. കൊല്ലുവാൻ കൊണ്ടിട്ട കുഞ്ഞിനെ കൊല്ലുവാൻ കൊണ്ടിട്ട കുഞ്ഞിനെ അവർക്ക് വേണ്ടെന്ന് ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് മൂലക്കിട്ടിരിക്കുന്നു. ഈ ഇന്ദിരാ സഹോദരി എന്ന് പറയുന്ന ഇന്ദിരാ ഗോപാലകൃഷ്ണപിള്ള എന്ന സഹോദരി പാസ്റ്റർ കുഞ്ഞിനെ കൊല്ലുവാനിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വേണമോ, ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുമോ? എടുക്കാൻ പറഞ്ഞു എടുത്തു. 6 മാസം ഞാൻ വളർത്തി. ഇന്ന് ആ കുഞ്ഞ് എഞ്ചിനീയർ പഠിക്കുന്നു. സ്ഥലം പേര് പറയില്ല. മറ്റൊരു കുഞ്ഞിനെ വേറെ സ്ഥലത്ത് വളർത്തുന്നു. ഇതെല്ലാം പെൺകുഞ്ഞുങ്ങളാകട്ടോ. ഇവിടെ പെൺകുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾ ആർക്കും വേണ്ട. സമയം ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൊല്ലാൻ കഴിയും എന്നവർ തക്ക നോക്കിയിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഏത് ഗ്രാമത്തിൽ പോയാലും യേശുവാനാണെന്ന് അറിയില്ല. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിൽ ഒരു സഹോദരി തച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈസാ മസിയെ കുറിച്ച് അറിയാമോ? ഹിന്ദിയിൽ ഈസാ മസി എന്നാണ് പറയുന്നത്. ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു, എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുറിക്കകത്താണ് അപ്പൊ ആ സഹോദരി പെട്ടെന്ന് പറഞ്ഞത്, അത് ഉസ്സാ മെഷീൻ അല്ലയോ എന്ന് ചോദിച്ചു. ഈസാ മസി എന്ന് പറഞ്ഞപ്പോൾ താൻ വിചാരിച്ചു തന്റെ കയ്യിലുണ്ടായിരുന്ന ഉസ്സാ മെഷീനെ കുറിച്ച്, തയ്യൽ മെഷീനെ കുറിച്ച് പറയുകയാണെന്ന്. എന്നെ വേദനിപ്പിച്ചത്, ഇന്നലെയോ കമ്പനി ഇറക്കി ഉഷാ മെഷീനെ കുറിച്ച് ആ പ്രിയ സഹോദരിക്കറിയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ വന്ന അരുമനാഥനെ കുറിച്ച് അവർക്കറിയില്ല. ഈ ദേശം ഒരു സുവിശേഷ പ്രതി കണ്ടിട്ടില്ല. സുവിശേഷം എന്നറിഞ്ഞ അവർക്കറിയില്ല. ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും അതിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുവാനും പ്രവർത്തനത്തിന് ആ ദേശം വിട്ടു പോകാതിരിക്കുവാനും എന്നെ നിർബന്ധിപ്പിച്ചു. കൊടും ചൂടിൽ, കൊടും തണുപ്പിൽ വേണ്ടവിധത്തിലുള്ള വസ്ത്രമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, വാടകയ്ക്ക് വീടുകൾ കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ ഉടമസ്ഥനുള്ള വീടുകളിൽ മറ്റുള്ള ആളുകളെ കയറുവാൻ താമസിക്കില്ല. വീടുകളില്ലാത്ത ഈ ഗ്രാമത്തിൽ വളരെ ചുരുക്കം വീടുകൾ മാത്രം. ദൈവത്തിന്റെ കൃപയാൽ വീട് ലഭിച്ചു, വേല ആരംഭിച്ചു. ഞാൻ ഈ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ഒരു പ്രത്യേക വിഭാഗക്കാര ആളുകളുണ്ട്. അവരുടെ പേര്, അവരുടെ ജാതി മഹോത്ത് എന്നാണ്. മഹോത്ത്. ഗവൺമെന്റ് ലിസ്റ്റിൽ ഇവിടെ ജാതിയില്ല. നിങ്ങൾ ലിസ്റ്റ് നോക്കിയാൽ ഇങ്ങനൊരു ജാതി കാണും. കഞ്ചട് എന്ന് പറയുന്ന ഒരു ജാതിയാണ്, കഞ്ചട്. ഈ മഹോത്ത് എന്ന് പറയുന്ന ജാതി ഇന്ത്യ ഗവൺമെന്റ് ലിസ്റ്റിൽ ഇല്ല. പക്ഷേ 10,000-കണക്കിന് ആളുകളും ഗ്രാമങ്ങളും ഉണ്ട്. പക്ഷെ അവരെ ഈ ഒരു വർഗമായി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ഈ ഗ്രാമത്തിൽ സൺഡേ സ്കൂൾ ഇവരാരും തന്നെ പണിക്ക് പോകാറില്ല. ഇവിടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് ഭിക്ഷാടനമാണ്. അവിടെ സ്ത്രീകൾ
വലിയവരുടെ വീട്ടിൽ പോയി ചാണകം വാരും, മിറ്റം അടിച്ചു തൂക്കും. പുരുഷന്മാർ മൊത്തം ഭിക്ഷാടനമാണ്. അവിടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ആരും ജോലിക്ക് പോകരുത്, ഭിക്ഷയെടുത്ത് വേണം ജീവിക്കുവാൻ. അതുകൊണ്ട് ആ തൊഴിൽ അവർ സ്വീകരിച്ച് ഏറ്റവും വൃത്തിഹീനമായി ജീവിച്ച് റോഡ് സൈഡിലാണ് അവർ താമസിക്കുന്നത്. അവിടെ ഒരു സൺഡേ സ്കൂളിൽ ദൈവം തന്നു. സൺഡേ സ്കൂൾ അവിടെ ആരംഭിച്ചു. അവരിൽ എന്ത് ഒരു ലീഡർ പറയുന്നുവോ, ഒരു വ്യക്തി പറയുന്നുവോ, അത് കുഞ്ഞായാലും അവനത് ചെയ്യും. സൺഡേ സ്കൂൾ പാട്ടെല്ലാം പഠിപ്പിച്ച് മിഠായി കൊടുക്കും. ഈ മിഠായി ഓരോരുത്തർ മേടിച്ചിട്ട് അവസാനം ഏറ്റവും ബേക്കിയിരിക്കുന്ന ഒരു കൊച്ചു ഓരോരുത്തർ പറയും, എറിയടാവനെന്ന്. അന്ന് എന്നെ കല്ലെടുത്തെറിഞ്ഞതിന് കണക്കില്ല. ഞാൻ വിട്ടില്ല. വീണ്ടും അവിടെ തന്നെ പോയി. ഇന്ന് അവിടെ 4 ഗ്രാമത്തിലും ദൈവം ആരാധനയുണ്ട്. അവരിൽ സുവിശേഷം വരെ ചെന്ന മക്കളെ ദൈവം തന്നു. ഏത് ഗ്രാമത്തിൽ പോയാലും, ഒരിക്കൽ ഒരു ഗ്രാമത്തിലെത്തി, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ലഖിംപൂർ ഖീരി എന്ന് പറയുന്ന ഈ ഡിസ്ട്രിക്റ്റ് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ദുധുവ നാഷണൽ പാർക്ക് നെറ്റിൽ അടിച്ചാൽ കിട്ടും. സെഞ്ചുറി വനമുള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് വിളയുകയും ഗോതമ്പ്, നെൽകൃഷിയുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ഏറ്റവും കൂടുതൽ വെള്ളം ലഭിക്കുന്ന സ്ഥലം ഈ സ്ഥലമാണ്. ഇവിടെ നാട്ടിൽ പുല്ല് മുളയ്ക്കുന്നവരാണ് കഞ്ചാവ് മുളയ്ക്കുന്നത്. എല്ലാവരും, കുഞ്ഞുകുട്ടികളടക്കം മദ്യപിക്കുന്നവരാണ്, കഞ്ചാവ് അടിക്കുന്നവരാണ്. കാരണം കഞ്ചാവിന് ഒരിടവും പോകേണ്ട ആവശ്യമില്ല. മദ്യപാനത്തിന് അതിന്റെ മൊളാസിസ്, കരിമ്പാണ് ഇവിടെ അത് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ശർക്കര വീടുകൾ തോറും മാറ്റുന്നു. ഏറ്റവും കൂടുതൽ വാറ്റും വിൽപ്പനയുമുള്ളത് ഈ ഡിസ്ട്രിക്റ്റിലാണ്. ഏത് ഗ്രാമത്തിൽ പോയാലും അവർ നമ്മളെ സ്വീകരിക്കും. ഒരിക്കൽ ഒരു സഹോദരനെടുത്തു, ഗ്രാമത്തിൽ ചെന്നു, ഉച്ചയായി, വിശന്ന്. അവർ വെച്ച് വെള്ളം കുടിക്കുമ്പോൾ അത് വെള്ളം കുടിക്കും. ആ പ്രിയ സഹോദരി പെട്ടെന്ന് കരിമ്പ് ജ്യൂസ് ഇടിച്ചു പിഴിഞ്ഞ് കുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും. അതിന് സർവത്തെന്നാണ് പറയുന്നത്. ഇത് തന്റെ മനോഹരമായി കൈകൊണ്ട് എടുത്ത് ഒരു ചരുവത്തിലിട്ട് മനോഹരമായി കലക്കിയിട്ട് തന്റെ വീട്ടിൽ ചുറ്റും നോക്കി അരിപ്പയുണ്ടോന്ന്. കിട്ടിയത് അരിപ്പയ്ക്ക് പകരം തന്റെ അരിപ്പ കിട്ടാത്തതുകൊണ്ട് തനിക്ക് ലഭിച്ചത് താൻ ഉടുത്തിരുന്ന സാരിയാ. ആ സാരിയിൽ അരിച്ചു വെള്ളം കുടിപ്പാൻ ദൈവം കൃപ നൽകി. ഇന്ന് ഏകദേശം 40-ലധികം വിശ്വാസികൾ തന്ന ചക്ക് എന്ന് പറയുന്ന ഗ്രാമത്തെ ദൈവം തന്നു. ആ ഗ്രാമം ഒരിക്കലും ഒരു ഗ്രാമത്തിൽ, ഇതൊക്കെ ആദ്യകാല സംഭവങ്ങളാണ്, ആദ്യകാല സമയങ്ങളുടെ സംഭവങ്ങളാണ്. ഇത് എന്തുകൊണ്ട് കുടിക്കുന്നു എന്ന് ചോദിച്ചാൽ, വലിയവൻ ചെറിയന്റെ വീട്ടിൽ പോയി വെള്ളം കുടിക്കത്തില്ല. വലിയവൻ ചെറിയന്റെ വീട്ടിൽ പോയി ഇരിക്കത്തില്ല. ഒരു വലിയവൻ, ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു ടാക്കൂർ അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരൻ നല്ല ഷർട്ടോ പാൻറ്റോ റോഡിൽ നിന്നു കഴിഞ്ഞാൽ, ഒരു പാവപ്പെട്ടവന് അതിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. ഹിന്ദിയിൽ ഇങ്ങനെയാ പറയുന്നത്, ബാബുജി ആക്ക് പയർ ചുവേ, ബാബുജി അങ്ങയുടെ പാകം തൊട്ട് വന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. അക്കാലം അവിടെ പോയി വെള്ളം കുടിക്കാറില്ല. അവർ തന്നെ വെള്ളം കുടിച്ചാൽ അവരിങ്ങനെയാണ് പറയുന്നത്, ഇത് നമ്മുടെ ആളാ കേട്ടോ. അവിടെ വെള്ളം കുടിച്ചാൽ അവർ പറയും, ഇത് നമ്മുടെ ആളാകട്ടോ, അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചത്. നമുക്ക് ആ വീട് സ്വാധീനിക്കുവാൻ കാത്തിരിക്കുക. ഒരിക്കലൊരു ഗ്രാമത്തിൽ പോയി, ആ ബാബാജി നല്ല താടിയും
നീണ്ട നഖവും ഉള്ള, മുറുക്കാൻ ചവയ്ക്കുന്ന, കൈകൾ മൊത്തം മുറുക്കാനും നഖത്തിന്റെ അകത്ത് മൊത്തം എല്ലാ മസാലകളും, കക്കൂസിൽ പോയ കൈ കഴുകാൻ അറിയത്തില്ല. മൊന്ത രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. വെള്ളം കുടിക്കാനും ഗസ്റ്റിന് വെള്ളം കൊടുക്കാനും കക്കൂസിൽ പോകാനുമാണ് മൊന്ത ഉപയോഗിക്കുന്നത്. ആ മൊന്തയ്ക്കകത്ത് പാലുണ്ടായിരുന്നു. എനിക്ക് മനോഹരമായ ചായ ഇട്ട് തന്നു. ചായ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ചായക്കകത്ത് ഉപ്പ്, മുളക്, പഞ്ചസാരയ്ക്ക് പകരം അവർ ഉപയോഗിക്കുന്നത് കരിമ്പിന്റെ ജ്യൂസാണ്, കറുത്ത ദ്രാവകം. ഇത് കുടിച്ചപ്പോൾ വല്ലാത്തൊരു ടേസ്റ്റും വല്ലാത്തൊരു രുചിയും. ആദ്യമായി കുടിച്ച ആർക്കായാലും അത് പിടിക്കില്ല. ഞാൻ കുടിച്ച് പകുതിയായപ്പോൾ എനിക്ക് ആ കുടുംബത്തെ ആ ഗ്രാമത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കുടിച്ച് പകുതിയായപ്പോൾ ആ ബാബാജി തന്റെ മനോഹരമായ കൈ പാലിരുന്ന മൊന്തക്കകത്തിട്ട് നീണ്ട നഖം കൊണ്ട് ചിരണ്ടി അതിന്റെ പാൽപ്പാട എന്റെ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, ബാബുജി ഇങ്ങനെ കുടിച്ചാലേ, ഈ പാടയിട്ട് കുടിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്ന്. ആ വെള്ളം ചായ കുടിച്ച് ഇന്ന് ഭോജ്പുരി സംസാരിക്കുന്ന ഏകദേശം 40-ൽ കൂടുതൽ വിശ്വാസി മക്കളെ, സ്നാനപ്പെട്ടവരെ ദൈവം തന്നു. അവിടുന്ന് ചിലർ മിഷണറിമാരായി എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആക്കി തീർത്തു. എത്രയോ എത്രയോ പ്രാവശ്യം, ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഇവിടുത്തെ ചന്തയുള്ളത്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് മാർക്കറ്റ് ഉള്ളത്. മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്റെ ഗ്രാമമാണ്, ഈ ഗ്രാമമാണ് വീര. ചുറ്റുപാടുമുള്ള ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലെ ആളുകൾ കാളവണ്ടിയും പോത്തുവണ്ടിയിൽ ഇവിടെയാണ് വന്ന് സാധനം മേടിക്കുന്ന. ആഴ്ച 2 പ്രാവശ്യം. അന്ന് സാധനം മേടിച്ച് വെച്ചില്ല എങ്കിൽ പിന്നെ സാധനം കിട്ടത്തില്ല. ആ അതിനടുത്ത് ഡോക്ടർ ഉണ്ടായിരിക്കും, അടുത്ത് മന്ത്രവാദി. അതുകൂടാതെ ആ ഗ്രാമത്തിൽ അന്ന് എല്ലാം മുടിവെട്ടുന്നത് വരെ, മുടിവെട്ടുകാർ വരെ നിരന്നിരിക്കും. ഡോക്ടർ ബ്ലൗസിലൂടെയും സാരിയിലൂടെ ഇഞ്ചക്ഷൻ ചെയ്യും. സഹോദരിമാർ മുഖത്ത് തുടി മാറ്റാറില്ല. അതിനുശേഷം മന്ത്രവാദം എടുത്ത് പറയും, മന്ത്രവാദം ചെയ്യും, ഒരു ഭൂതമുണ്ട്, ആ ഭൂതം മാറ്റുമെന്ന് പറയും. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ചന്ത. സാധനങ്ങൾ മേടിച്ചു വെക്കണം. എത്രയോ പ്രാവശ്യം അന്ന് ഒരു ഉരുളക്കിഴങ്ങ് പോലും മേടിക്ക് വന്ന് നിവർത്തിയില്ലാതെ, ഒരു മുളകിന്റെ ഒരു പീസ് മേടിക്ക് വന്ന് നിവർത്തിയില്ലാതെ എത്രയോ പ്രാവശ്യം ബിഷോപ്പർ ചന്തയിൽ മടക്കിക്കൊണ്ടുപോയിട്ട് തിരിച്ചു കാറ്റ് നിറച്ച് വീട്ടിൽ കൊണ്ടുവന്ന സന്ദർഭങ്ങൾ എത്രയോ എത്രയോ ദിവസങ്ങൾ. പക്ഷെ ഇത് ആരോടും പറഞ്ഞില്ല കേട്ടോ. എന്നാൽ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അന്ന് ആരും തിരക്കി വന്നില്ല, അന്നാരും ചോദിച്ചില്ല കേട്ടോ. പക്ഷെ ചോദിക്കാൻ ഒരു സ്വർഗമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഒരിക്കൽ ഞാൻ ചന്തയിൽ പോകാൻ സമയത്ത് 3 വയസ്സായ കുഞ്ഞ് എന്റെ മകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ചന്തയിൽ പോകാൻ സമയത്ത് പറഞ്ഞു, അടുത്ത് താമസിക്കുന്നവർ ചന്ത ദിവസങ്ങളിൽ അവർ മീറ്റ് മേടിക്കും, കറി വെക്കും. ആ കുഞ്ഞുങ്ങൾക്ക് മണമടിക്കുമ്പോൾ അതവർക്കറിയാം. ഒരിക്കൽ എന്റെ മകൾ പറഞ്ഞു, ചന്തയിൽ പോകാൻ സമയത്ത് മകൾ ഇങ്ങനെ വിളിച്ചു, പപ്പാ മീറ്റ് കൊണ്ടുവരണേ, പപ്പ മീറ്റിലേക്ക് റാന. കൊച്ചു കുഞ്ഞ് വീട് മുതൽ ചന്ത വരെ കരഞ്ഞു. ചന്ത മുതൽ വീട് വരെ കരഞ്ഞു. അന്ന് വൈകുന്നേരം എനിക്ക് ഗ്രാമത്തിൽ പോകണമായിരുന്നു. അടുത്തൊരു ഗ്രാമത്തിൽ സൈക്കിൾ ചവിട്ടി പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ മീറ്റ് വെക്കുന്നതിന്റെ മണം.
ഞാൻ ചോദിച്ചു, ആരുകൊണ്ട് തന്നു? ഒരു സഹോദരൻ, വിശ്വാസി സഹോദരൻ ചന്തയിൽ വന്നപ്പോൾ താൻ നെല്ല് വിറ്റ് സാധനം മേടിക്കുവാൻ സമയത്ത് തന്റെ മനസ്സിലൊരു ആഗ്രഹം, പാസ്റ്റർജിക്ക് എന്തെങ്കിലും മേടിച്ചു കൊണ്ട് കൊടുക്കണമെന്ന്. അങ്ങനെ 250 ഗ്രാം ഇറച്ചി താൻ മേടിച്ച് പാക്ക് ചെയ്ത് കുറച്ച് സബ്ജിയുമായിട്ട് വീട്ടിൽ കൊടുത്തു. അന്ന് ആ കുഞ്ഞ് വിളിച്ചത് കേട്ടോ, സ്വർഗം കേട്ടു. ദൈവം, കരയുന്ന കുഞ്ഞിന് അതതിന് ആഹാരം നൽകുന്ന ദൈവം, കാക്കക്കുഞ്ഞ് ചോദിച്ചപ്പോൾ അവന്റെ വാക്കകത്ത് ഒതുങ്ങുന്ന, കുഞ്ഞിന്റെ വാക്കകത്ത് ഒതുങ്ങുന്ന അതേ ആഹാരം കുഞ്ഞ് ചോദിച്ച വാക്കകത്ത് ദൈവം നൽകി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്കൂളില്ല എന്ന്. ഒരിക്കൽ എന്റെ ഭാര്യ പറഞ്ഞു, അയ്യോ നമുക്ക് വിദ്യാഭ്യാസമുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിപ്പിക്കും, ഇവിടെ സ്കൂളില്ലല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കുഞ്ഞെ, സ്കൂളില്ലാത്ത നാട്ടിൽ പോയി വേല ചെയ്താൽ ദൈവം കുഞ്ഞുങ്ങൾക്കൊരുക്കിയിരിക്കുന്ന ഭാവി ഒരിക്കലും നഷ്ടമായില്ല. പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ഭാവി ഒരുക്കുന്നത്. സ്കൂളില്ലാത്ത നാട്ടിൽ പോയി വേല ചെയ്താൽ ദൈവം വിദ്യാഭ്യാസം കൊടുപ്പാൻ ദൈവം വിശ്വസ്തത. കുഞ്ഞുങ്ങൾ സ്കൂളില്ലാത്ത നാട്ടുപടി പഠിച്ചു എന്ന് വെച്ച് അവിടെ ഭാവിയോ വിദേശ യാത്രയോ വിദേശ രാജ്യങ്ങളോ അവർക്ക് തടസ്സമാകില്ല കേട്ടോ. സഹോദരി പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൈകോട് കൈകോർത്ത് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, സ്കൂളില്ലാത്ത നാട്ടിൽ പോയി വേല ചെയ്താൽ മകളെ PhD പഠിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനായിരുന്നു കേട്ടോ. PhD പഠിക്കുവാൻ സമയത്താണ് മകളുടെ വിവാഹം. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഗ്രാമത്തിൽ, ഈ കുഗ്രാമത്തിൽ, ഞാൻ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല കേട്ടോ. ഞാൻ താമസിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. എന്നാൽ ഞാൻ താമസിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന ഈ ഗ്രാമത്തിൽ ഇന്ന് ആയിരക്കണക്കിന് ഫ്രീ മെഡിസിനായി ഇവിടെ നൽകുന്നത്. ഒരു പഞ്ചാബി സഹോദരൻ അമേരിക്കയിൽ നിന്ന് വന്ന് തനിക്ക് ദൈവം ഹൃദയത്തിൽ തോന്നി ഈ ഗ്രാമത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ഇടണം, എന്നിട്ട് മൊത്തം ഫ്രീ മെഡിസിൻ കൊടുക്കണം ഗ്രാമക്കാർക്ക്. അങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾക്ക് ദിവസവും ഈ ഗ്രാമത്തിൽ ഫ്രീ ആഹാരവും ഫ്രീ മെഡിക്കലും അദ്ദേഹം നൽകുന്നു. ഓരോ ഗ്രാമത്തിലും പോകുവാൻ ദൈവം കൃപ നൽകി. ഓരോ സ്ഥലത്തും സുവിശേഷമായി പോകാൻ ദൈവം കൃപ നൽകി. ആദ്യത്തെ 12 വർഷം ഇവിടെ ആരും വരത്തില്ലായിരുന്നു. അതിനുശേഷം ദൈവം തന്റെ ഭക്തന്മാരെ എനിക്ക് വേണ്ടി അയച്ചു. ഞങ്ങൾ ഓരോ ഗ്രാമത്തിലും ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ ഗ്രാമങ്ങളിൽ സുവിശേഷം കണ്ടിട്ടില്ല, സുവിശേഷ പ്രതി കണ്ടിട്ടില്ല, ഒരു ബൈബിൾ കണ്ടിട്ടില്ല, അങ്ങാരാണെന്നറിയാത്ത ഗ്രാമത്തിൽ അങ്ങനെ അയക്കണം. ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ചില അറിയാവുന്ന ദൈവാംശന്മാരെ പിടിച്ച് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഗിഡിയൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് ബൈബിൾ തരുവാനിടയായി. ആദ്യത്തെ ഇവിടുത്തെ സന്ദർശകരായിരുന്നു എറണാകുളത്ത് കൊച്ചിയിലെ ഷൈൻ സേവിയർ. തന്റെ ടീമായിരുന്നു ആദ്യം ഇവിടെ വന്നത്. അതിനുശേഷം പല ദൈവാംശന്മാർ തുടർച്ചയായിട്ട് വന്നു. അതിലെ മുഖ്യധാരയിലെ ദൈവാംശനാണ് ചാലക്കുടി തോമസ്.
പാസ്റ്റർ പോളച്ചനുമായിട്ട് അവർ ഈ ടീം ഇവിടെ വന്നു. അതിനുശേഷം ലിസിയ മാമ നീണ്ട 18 വർഷം ഇവിടുത്തെ മിഷണറിയായി മാറി. ലിസിയ മാമ അവിടെ വരുന്നതിനോട് കാരണം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്നിരുടെ കാര്യം വിട്ട് പെട്ടെന്ന് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ദൈവം എത്ര നല്ലവനെന്ന് പറയുവാനാ അത് പറയുന്നേ. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരം നാട്ടിൽ പോയപ്പോൾ സാക്ഷ്യത്തിന് സമയം ലഭിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ ഗ്രാമം ഒരിക്കലെങ്കിലും നിങ്ങളുടെ കാല് വന്ന് ചവിട്ടുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കാലിൽ എത്രയോ സ്ഥലത്ത് ചവിട്ടി കുടഞ്ഞിട്ടു എന്ന് ഓരോ ആവശ്യമെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് കുടഞ്ഞിടണേ. ഇതാ അമ്മമ്മയ്ക്ക്, തിരുവനന്തപുരം ലിസിയ അമ്മമ്മയ്ക്ക് സങ്കടമായി. താനത് മനസ്സിൽ കുറിച്ചിട്ടു, എനിക്കൊരു അടുത്തൊരു ജീവനുണ്ടെങ്കിൽ ഈ പാസ്റ്റർ അടുത്ത് ഞാൻ പോയിരിക്കും. തിരുവല്ല ഷിബു എന്ന് പറയുന്ന അവർ ഡൽഹിയിലുണ്ടായിരുന്ന ആ പ്രിയ ദൈവാസൻ നാട്ടിൽ വർഷങ്ങളായി താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഷിബുവേ, ഒരു പാസ്റ്റർ വന്ന് സാക്ഷ്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ സാക്ഷ്യം പറഞ്ഞത്, സുവിശേഷം എത്തിയിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആളുകൾ അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മാമ്മയെ വിശ്വസിക്കരുത്, പണം പിരിക്കുവാൻ വന്നതാണ്, പണം പിരിക്കുവാൻ വന്ന മനുഷ്യനാണ്, അവരാരെയും നിങ്ങൾ വിശ്വസിക്കരുത്. നോർത്ത് ഇന്ത്യ മൊത്തം സുവിശേഷം കൊണ്ട് നിറഞ്ഞു. എവരിയും ക്രൂസൈഡും പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗും എല്ലാവരും ബൈബിളിൽ നിറച്ചു കഴിഞ്ഞ ഗ്രാമങ്ങൾ. ഇത് വെറും കള്ളമാണ്, വിശ്വസിക്കരുത്. അമ്മാമ്മ പറഞ്ഞു, ശുഭ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് വേണ്ടി അങ്ങോട്ടുള്ള വണ്ടിക്കൂലൊക്കെ ഞാൻ തരഞ്ഞ് വന്നാച്ചാൽ മതി. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അവരുടെ ഗ്രാമത്തിലെത്തി. അന്ന് ടീമുണ്ടായിരുന്നു. അന്ന് ഗ്രാമത്തിൽ പോയി ഞങ്ങൾ പ്രവർത്തിച്ചു. സംഭവിച്ചെന്നാന്നറിയാമോ ദൈവമക്കളെ? ഈ പറഞ്ഞ ഷിബു ദൈവാസൻ താൻ 1 മാസം കഴിഞ്ഞ് നാട്ടിൽ പോയി. എന്നിട്ട് താൻ വിളിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ? എന്റെ ആയുസ് മുഴുവനും ഞാൻ പാഴാക്കി, എന്റെ പൈസ മുഴുവനും ഞാൻ പാഴാക്കി, എന്റെ ജീവിതം ഞാൻ മുഴുവനും പാഴാക്കി. ഞാനിതാ പെട്ടെന്ന് നോർത്ത് ഇന്ത്യക്ക് വരുന്നു. അടുത്ത് ചെയ്ത എന്നാന്നറിയാമോ? തനിക്കൊരു കാറുണ്ടായിരുന്നു, ആൾട്ടോ കാറുണ്ടായിരുന്നു. അത് വിറ്റിട്ട് 50,000 രൂപ എനിക്ക് അയച്ചു തന്നു. 50,000 രൂപ മറ്റൊരു സഹോദരിക്ക് അയച്ചു. 6 മാസം കഴിഞ്ഞ് തനിക്ക് 5 സെന്റ് വസ്തു ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് 40 കിലോമീറ്റർ മാറി ഒരു കുഗ്രാമത്തിൽ 10ാം ക്ലാസ് പഠിച്ച മകന്റെ വിദ്യാഭ്യാസം നിർത്തിയിട്ട് സൗഖ്യമില്ലാതിരുന്ന തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഇന്ന് ആ ഗ്രാമത്തിൽ കുടുംബത്തോടെ താമസിച്ചു 10 വർഷമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ചില മാസം 2 മാസങ്ങൾക്ക് മുമ്പായി മാസങ്ങളോളം ജയിലിൽ കിടന്ന് അടികൊണ്ട്, എന്നിട്ടും പിന്മാറാതെ സുവിശേഷ വേലയിൽ 10,000 നേടി ഇന്ന് ഗ്രാമത്തിൽ കർത്താവിന് വേല ചെയ്യുന്നു. അങ്ങനെ ടീം വന്നു. ഞങ്ങൾ ഗ്രാമത്തിൽ പ്രവർത്തിക്കാൻ പോയി. നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ അവർ ആവശ്യമുള്ള ഭക്ഷണം കൊണ്ടുതരും. ഭക്ഷണം അവർ കൊണ്ടുവരും, നാട്ടിൽ നിന്ന് കൊണ്ടുവരും. 100 കിലോ അരി കൊണ്ടുവരും. കാരണം ഓരോരുത്തർ 10 കിലോ കിറ്റ്, കാച്ചിൽ, ചേന, ചേമ്പ്, ഉണക്കമീൻ. ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി. കാരണം 5 വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുന്നേ, അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ കഞ്ഞി വെച്ച് കഞ്ഞിവെള്ളം ഡൈലൂട്ട് ആക്കിയിട്ട് ഏകദേശം 30 ബോട്ടിൽ നിറയ്ക്കും. മെയിൻ റോഡിൽ മാത്രമേ ചായക്കടകളുള്ളൂ. ഗ്രാമങ്ങളിൽ പോയ ഒരു ചായയോ വെള്ളമോ ഒരു നാരങ്ങ വെള്ളമോ ഒരു വെള്ളം കിട്ടത്തില്ല. അങ്ങനെയാണ് ഗ്രാമങ്ങൾ. ഗ്രാമത്തിൽ ഉച്ചക്കുള്ള ഭക്ഷണം, ഒരു കുപ്പി വെള്ളവും ഒരു പഴവും. ഗ്രാമത്തിൽ വണ്ടി കൊണ്ടെത്തി, വണ്ടി വാടകയ്ക്കാണ് കൊണ്ടുപോകുന്നത്. വണ്ടി കൊണ്ടെത്തിച്ച് 4 പേർ ഇറങ്ങും. 4 പേർ സഞ്ചിയിൽ ഓരോരുത്തരും 100 ബൈബിളുകൾ സഞ്ചി നിറച്ചിട്ടിങ്ങനെ 2 സൈഡിലായിട്ട് ഗ്രാമം വളയും. എന്നിട്ട് പറയുന്ന ഈ സമയത്ത് ഞങ്ങൾ ഗ്രാമത്തിൽ ഫ്ലക്സ് വലിച്ചു കെട്ടിയിട്ട് ഒരു പാട്ടിടും. ഈ ഫ്ലക്സിൽ കഞ്ചാവ്, ബീഡി, പുടിയ, സ്വർത്തി, കഞ്ചാവ്
എന്നതിന്റെ പടം, അതിന് മറുപുറത്ത് ക്യാൻസറിന്റെ പടം, ഇത് വെച്ച് ഒരു പാട്ടങ്ങിടും. ഇത് കാണുവാൻ കുട്ടികളും വലിയവരും പെട്ടെന്ന് ഓടിക്കൂടും. നിമിഷം കൊണ്ട് തന്നെ ഏകദേശം 200-300ഓളം പേർ കൂടും. ഒരു പാട്ടങ്ങ് പാടും, ഹിന്ദിയിലൊരു പാട്ടങ്ങ് പാടും. ദുനിയാമേ ദുയി ഗഡഗർ ഓൻ ഡഗർ ജാവേ സ്വർഗ ഡഗർ ജാവേഗി നരക ഡഗർ ജാവേ स्वर्ग डगर जावेगी नरक डगर जावे दुनिया में दुई ग स्वामी कौन सेवा करवे യേശു സേവ കർവേഗി സൈത്താൻ സേവ. ഹിന്ദിയിൽ ഒരു പാട്ട് പാടും, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. കഞ്ചാവ് അടിക്കുന്ന നല്ല പാപം കേട്ടോ, ചാരായമല്ല പാപം, കൊലപാതകമല്ല പാപം, ചീത്ത വിളിക്കുന്നത് അല്ല പാപം. പിന്നെ പാപം എന്താണ്? പാപം ഉള്ളത് കൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്, പാവം ഉള്ളതുകൊണ്ടാണ് കഞ്ചാവ് അടിച്ചത്. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും, ക്രൂസിനെ കുറിച്ച് പ്രസംഗിക്കും. അവരെല്ലാവരും കൈകൂപ്പി യേശു അംഗീകരിക്കും. അവർക്കെല്ലാവർക്കും ബൈബിൾ കൊടുക്കും, പ്രാർത്ഥിക്കും. രോഗികൾക്കായി പ്രാർത്ഥിക്കണം, ചിലർ പ്രാർത്ഥിക്കും. പെട്ടെന്ന് അടുത്ത ഗ്രാമം പിടിക്കും. ഓരോ ദിവസം 8 ഗ്രാമവും 9 ഗ്രാമം കവർ ചെയ്യും. ഉച്ചഭക്ഷണം, ഒരു നേരത്തെ ആഹാരം, രാവിലെ കഴിക്കുന്നത്, വൈകുന്നേരം രാത്രി വീട്ടിൽ വന്നാണ് തിരിച്ചു വന്നാണ് കഴിക്കുന്നത്. ആയിരക്കണക്കിന് ബൈബിൾ കൊടുപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ താമസിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റ് അനേക മറ്റു പല ഡിസ്ട്രിക്റ്റിലും പോയി 10,000-കണക്കിന് ബൈബിളുകൾ ഓരോ വീട് തോറും കയറിറങ്ങി കൊടുപ്പാൻ ദൈവം സഹായിച്ചു. അതിന് ആ ടീമിലെ ദൈവാസന്മാർ വില കെട്ടിവെച്ചു. ഞാൻ അവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം അതിൽ വന്ന ദൈവാസന്മാർ അവർ പറഞ്ഞ സാക്ഷ്യമാണ്. പാസ്റ്ററേ, എൻ്റെ വീടുണ്ടാക്കാൻ വെച്ച തടിയാ വിറ്റ് ഞാൻ ആ കാശ് എടുത്തുകൊണ്ടാ വന്നത് കേട്ടോ. അനേകർ അതിനുവേണ്ടി വില കെട്ടിവെച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. ദൈവം നടത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പോയി, ഞങ്ങൾ ട്രാക്റ്റുമായി വണ്ടിയുമായി പോയി. ഒരു വനത്തിനുള്ളിലാണ് ഈ ഗ്രാമം. കിഷൻപൂർ എന്ന സ്ഥലമാണ്. ദുധ്വ നാഷണൽ പാർക്കിന്റെ അകത്തുള്ള 3 ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമാണ് കിഷൻപൂർ എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ച് അടുത്തൊരു ഗ്രാമത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് സമയമായി തിരിച്ചു വരണം. വനത്തിനുള്ളിലാണ്. ഞങ്ങൾ പിറ്റേന്ന് ഈ ഗ്രാമം വഴിയാണ് പോകാൻ. ഞങ്ങൾ പിറ്റേന്ന് ആ ഗ്രാമം വഴി പോകുന്ന സമയത്ത് ഗ്രാമക്കാർ ഞങ്ങളെ വളഞ്ഞു. ഞാൻ ഓർത്ത് തീർന്നത് തന്നെ കാര്യം, എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവരൊരു കൊച്ചിനെ എടുത്തോണ്ട് വന്നു, ഒരു ആൺകൊച്ചിനെ പൊക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ എന്നാന്നറിയാമോ? കഴിഞ്ഞ ദിവസം നിങ്ങളെ പ്രാർത്ഥിച്ച ഈ കൊച്ചൻ പൊട്ടനായിരുന്നു, ഇപ്പോഴവന് സംസാരിക്കുന്ന ചെവി കേൾക്കാമെന്ന്. ഇന്ന് ആ ഗ്രാമത്തിന് മിഷൻമാർ ദൈവം തന്നു കേട്ടോ. അമിത് കുമാർ എന്ന് പറയുന്ന സഹോദരൻ മിഷണറി ആയിട്ട് ദൈവം തന്നു ആ ഗ്രാമത്തിൽ നിന്ന്. ദൈവം എത്രയോ നല്ലവൻ. ഓരോ ഗ്രാമത്തിലും കർത്താവിന്റെ വേലയിൽ സുവിശേഷങ്ങൾ കേൾപ്പാൻ ദൈവം ഇടയാക്കി. ഇന്ന് ആയിരക്കണക്കിന് മക്കളെ ദൈവം തന്നു. കർത്താവിന്റെ വേലയിൽ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പായി മരണത്തെ അഭിമുഖീകരിച്ച എത്രയോ സംഭവങ്ങൾ. മരണത്തെ അഭിമുഖീകരിച്ച ഒരു രാത്രി ഒരു പഞ്ചാബി സഹോദരൻ കർത്താവിലേക്ക് വന്നു. രാത്രി 1 മണിയായപ്പോൾ തന്റെ മാതാവും പിതാവും ഞങ്ങളുടെ കഥയിൽ കൊട്ടി. പതിരിസാബ് കഥ തുറന്ന് വെളി വന്നപ്പോൾ, പ്രിയപ്പെട്ടവരാണ്, നാളെ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകരുത്. ഞാൻ ചുറ്റും ഗ്രാമത്തിൽ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കും. നാളെ മുതൽ നിങ്ങൾ നടന്ന് പ്രാർത്ഥിക്കരുത്. രാത്രി ആയപ്പോൾ ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. അന്ന് ലൈൻ ഫോണാണ്. നാളെ പാതിരിസാപ്പിനെ എന്നെ വെടിവെക്കും, പാതിരിസാവിനെ വെടിവെക്കും.
ആ കൂട്ടത്തിൽ നിങ്ങളുടെ മകനെ കണ്ടാൽ ഒരുപക്ഷെ ഉന്നം തെറ്റി നിങ്ങളുടെ മകന്റെ മേൽ വെടിയുണ്ട വീണാൽ ഞങ്ങളെ കുറ്റം പറയരുത്, നിന്റെ മകനെ സൂക്ഷിച്ചു. അവര് കൈ തൊഴുതു പറഞ്ഞു അതിന് നാളെ മുതൽ പ്രാർത്ഥിക്കാൻ പോകരുതെന്ന്. ദൈവമക്കളെ, പിറ്റേന്ന് ഞാൻ പോയി. അവനവനെ മകനെ വിട്ടില്ല. പക്ഷെ ദൈവം ആ കുടുംബത്തെ തന്നു. ദൈവം ആ കുടുംബത്തെ തന്നു. ഒരിക്കൽ ഞാൻ ഗ്രാമത്തിൽ ചെന്നപ്പോൾ പോസ്റ്റ് ഓഫീസിൽ എനിക്ക് ആരുണ്ടോ 1000 രൂപ അയച്ചു തന്നു. ഞാൻ പൈസ മേടിച്ച് കയ്യിൽ വെച്ചപ്പോൾ ഒരു ബലാത്കാരമായൊരു ഗുണ്ട എന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചു. ഞാൻ ഈ പൈസ തരത്തില്ല. ഞാൻ 3 വട്ടം പറഞ്ഞു, സഹോദര, ഇത് കണ്ണുനീരിന്റെ പൈസ കേട്ടോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസിന് വേണ്ടി ആരോണ്ട് അയച്ചു തന്നതാ, അത് നീ എടുക്കരുത്. അദ്ദേഹം പറഞ്ഞു, കണ്ണുനീർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ മനസ്സിലായിക്കോളും കുഞ്ഞെ, അദ്ദേഹം എനിക്ക് പൈസ തന്നില്ല കേട്ടോ. സംഭവിച്ച എന്നാന്നറിയാമോ? 10 വർഷം കഴിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് 5000 രൂപ കൊണ്ടുവന്നിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അന്ന് ഞാൻ തട്ടിപ്പറിച്ച പൈസ നിങ്ങൾ തിരിച്ചു തന്നില്ല. പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അപകടമായി തീർന്നു. തന്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാത്തതൊന്നുമില്ല. തന്റെ വീട് വിൽക്കേണ്ടി വന്നു, പല കാര്യങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ക്ഷമ പറഞ്ഞ്, പക്ഷെ ഇന്ന് കർത്താവിൽ അദ്ദേഹം വന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷമ പറയുവാൻ ഇടയാക്കി തീർത്തു. യേശുവാനാണെന്ന് പറയാൻ കർത്താവ് സഹായിച്ചു. ഈ കഴിഞ്ഞ ഞങ്ങൾ അങ്ങനെ ഗ്രാമത്തിൽ പോയപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ചർച്ചിൽ ആക്രമണമുണ്ടായി. ഭാര്യയെ തല്ലി, എന്നെ പൊക്കിയെടുത്തോണ്ട് പബ്ലിക്കായിട്ട് റോഡിൽ വെച്ച് തല്ലി. എന്നെയും മകനെയും സ്റ്റേഷനിൽ അടച്ചു. സ്റ്റേഷനിലകത്തിട്ട് മകനെ ചവിട്ടി. വിശ്വാസമക്കളെ പബ്ലിക്കായിട്ട് തല്ലി. കേസെടുത്തു. ഒരു പത്രക്കാരൻ പറഞ്ഞു, ലേഡീസ് പോലീസ് ഇല്ലാതെ ചർച്ചിനകത്തിയായിരുന്നെങ്കിൽ സ്ത്രീകളെ തല്ലിയത്. അത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 8 മൊബൈൽ പിടിച്ചു മേടിച്ചു. അവസാനം ഇദ്ദേഹത്തെ ജയിലയക്കുമെങ്കിൽ നിങ്ങളുടെ പേര് കേസുണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങൾ സ്ത്രീകളെ തല്ലിയതിന്. സ്ത്രീകളുടെ തല്ലിയതിന്റെ പേരിൽ എന്നെ ജയിലിൽ അടച്ചില്ല, എന്റെ പേര് കേസെടുത്തില്ല. ഇന്ന് അതിനുശേഷം ചർച്ച പൂട്ടിയിട്ടു. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് ഈ ലക്കിംപൂർ കീരിയിലാണ്. 15ഓളം ദൈവാസമരെ ജയിലിൽ കൊണ്ടുപോയി. അവർക്കിത് ചിലരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, ചിലരുടെ കേസ് വിടുവിക്കപ്പെട്ടു. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കണം. പ്രധാന വേല ചർച്ച തുറന്നു എന്ന് പറഞ്ഞാൽ ഭാഗ്യമായിട്ട് രാവിലെ തുടങ്ങി രാവിലെ തന്നെ തീർക്കുകയാണ്. ഈ ഗവൺമെന്റ് അത്തരത്തിൽ പ്രാർത്ഥന സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കർത്താവിന് വേല ആവോളം അധ്വാനിക്കുന്നു. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഈ സൂര്യയുടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ വാളോ അതൊന്നും തളർത്താത്തത് അതിനേക്കാൾ വലുത് നാം പ്രാപിച്ചതുണ്ട്. അതിനേക്കാൾ വലുത് ആ നിത്യജീവനെ നിത്യസ്വർഗം പ്രാപിച്ചത് കൊണ്ടാണ്, ആ നിത്യ വീട് പ്രാപിച്ചത് കൊണ്ടാണ്. നമുക്കൊരു നിത്യ ശരീരം ഒരുക്കിയിരിക്കുന്നു, അത് ഭൂമിയേക്കാൾ വലുതാണ്. നിത്യ തേജസ് പ്രാപിച്ചിരിക്കുന്നത് അത് ഭൂമിയേക്കാൾ വലുതാണ്. നിത്യ കിരീടം, നിത്യ തേജസ്സിന്റെ പ്രതിഫലം, നിത്യജീവൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നത് അത് ഈ ഭൂമിയേക്കാൾ എത്രയോ വലുതാണ്, മരണത്തെക്കാൾ എത്രയോ വലുതാണ്.
അതാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. അത് എന്തു വില കൊടുത്തും ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ മരണത്തിനോ വാളിനോ നഗ്നതയ്ക്കോ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തത് നാം പ്രാപിച്ചിരിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേക കർത്താവിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്നെ കേൾക്കുന്ന ദൈവക്കളെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം ലഭിച്ചാൽ നോർത്ത് ഇന്ത്യ സന്ദർശിക്കാൻ മറന്നു പോകരുത്. ഇവിടെ വരുവാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് എല്ലാ ഒത്താശകളും ചെയ്യാം. നമ്മൾ ഗ്രാമത്തിൽ പോയി മീറ്റിംഗ് നടത്തുന്നതാണ് ബുദ്ധിമുട്ട്. ഗ്രാമത്തിൽ പോയി വിസിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ല. ഗ്രാമങ്ങൾ പോയി കാണാൻ കഴിയും, സ്ഥലങ്ങൾ കാണാൻ കഴിയും. ഈ ദേശത്ത് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും നിങ്ങളുടെ കാലിൽ എപ്പോഴും തട്ടിയിടുക, ഞങ്ങളോടൊപ്പം താമസിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 15 വേലക്കാരുണ്ട്, ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ വ്യാഴാഴ്ചയും 25-30 ഇടയിൽ ആളുകൾ വരുന്നുണ്ട് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി. പ്രാർത്ഥിക്കുക, അവിടെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ സൂമിലൂടെ പറയുന്നത് പൊടിവാക്കല്ല കേട്ടോ. ഇപ്പോഴും 46 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ഞാനിവിടെ വളരെ ഫാൻ കറങ്ങുന്നുവെങ്കിലും എൻ്റെ റൂമിൽ ഇരിക്കുക നിവൃത്തിയില്ലാതെയാണ്. എന്ന് പറഞ്ഞാൽ അത്ര ചൂടാണ്. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20 പേരെ ഈ വർഷം തയ്യാറാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പകരം അവർ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യും. മറ്റൊരു സഹായമില്ലാതെയാണ്, ഔദാര്യമായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. അവരായിരിക്കുന്ന ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ 15 പേരെ തയ്യാറാക്കി. അതിൽ 8 പേർ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. നോർത്ത് ഇന്ത്യ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുക. നേപ്പാൾ തൊട്ടടുത്താണ്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയും. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സമയം തന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് കർത്താവിന്റെ വേലയിൽ സാക്ഷ്യം പറയാൻ അവസരമൊരുക്കിയ എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ? അതെ 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 അതെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സൂമിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾ, വിലപ്പെട്ട മക്കൾ, അവിടെ വിലപ്പെട്ട സമയം പ്രാർത്ഥനയിലൂടെ ചെലവഴിക്കുമ്പോൾ അനേക ദാസന്മാരെയും ദാസിമാരെയും ചുമലിൽ എന്തുവാൻ അവർ കൊടുത്ത നല്ല മനസ്സാക്ഷിക്കായി നന്ദിയോട് സ്തോത്രം. അവിടെ ജീവിതാനുഭവങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതാനുഭവം, മുള്ളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, അത് സാക്ഷിയായി മാറുവാൻ, അതിൻ്റെ മക്കളെ കേൾപ്പിക്കുവാനാണ് അങ്ങ് ചെയ്തതെന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, ആ ചെയ്യുന്ന വലിയ വേലയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളോരോരുത്തർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എൻ്റെ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കാശ് സുവിശേഷമായി മാറട്ടെ. ഞങ്ങളുടെ ശബ്ദം സുവിശേഷമായി മാറട്ടെ. ഞങ്ങൾ കഴിക്കുന്ന ആഹാരം അത് ആരോഗ്യമായി, അത് ശബ്ദമായി, സുവിശേഷമായി മാറട്ടെ. അത് അനേകരുടെ ചെവിയിലെത്തട്ടെ. കർത്താവെ, ഈ സൂമിലായിരിക്കുന്ന എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായോ മാനസികമായോ ഭാരപ്പെടുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ആവശ്യത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കരം നീട്ടി വിടുവിക്കുകയും സഹായിക്കണമേ. ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ.